ഹായ് ഫ്രണ്ട്സ്, 2 ദിവസമായിട്ട് പനി പിടിച്ചിങ്ങനെ കിടപ്പിന് മുഖമൊക്കെ കണ്ട എല്ലാവർക്കും അറിയായിരിക്കും. അത്രയും ഭയങ്കര പനിയായിരുന്നു. എന്താ ജസ്റ്റ് ഒന്ന് തല പൊങ്ങിയപ്പോഴത്തേക്കും വീട്ടിനകത്തുള്ള പിന്നെ എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടൊന്ന് എണീറ്റത് തന്നെ. എണീറ്റ് വന്നപ്പം ഞാൻ പ്രതീക്ഷിച്ചതുപോലെയൊക്കെ തന്നെയാണ്. ഹാളും നമ്മളെ റൂമും ടേബിളിൻ്റെ പുറവും TV വെച്ചിരിക്കുന്ന ടേബിളിൻ്റെ പുറവും ആകെ ഒരു അലങ്കോലം തന്നെയായിരുന്നു. ഈ തറയിലൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മുടി കിടക്കുന്ന കാണുമ്പം വേറെ എന്ത് പൊടിയായാലും ഈ മുടി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അലർജിയാണ്. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പം അവിടെ കുറേ മുടി എത്ര 1-2 ദിവസമായി നമ്മൾ തൂത്തൊക്കെ ഇട്ടിട്ട് തന്നെ. ടേബിളിൻ്റെ പുറത്തൊക്കെ ആണെങ്കിൽ ഇതെന്ത് പൊടിയാണോ, തനുകുട്ടിയാണെങ്കിൽ കത്തി കൊണ്ട് വച്ചിരിക്കുന്നു, വേറെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടിട്ട് അവളുടെ ഇഷ്ടത്തിന് എന്തൊക്കെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഇടയ്ക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിലെന്തൊക്കെ ചെയ്ത് വച്ചിരിക്കുന്ന ചീപ്പ് ഉള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ പുറത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുക്കളയിലോട്ട് പോയപ്പം ഞാൻ തന്നെയാണ് രാവിലെ എണീറ്റ് ഉപ്പുമാവ് തലേ ദിവസം മാവ് വാങ്ങിയിട്ട് വന്നു. അപ്പം എന്നും ഇവിടെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഇഡ്ഡലിയോ ദോശയോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടൂല. അപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും ദോശയൊക്കെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. പക്ഷെ മാവ് കിട്ടും അങ്ങനെ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പം എന്നും പോയി പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് അങ്ങ് എണീക്കാൻ വയ്യെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഓടി വന്നങ്ങ് കിടന്നു. ആ സാധനങ്ങൾ തേങ്ങ ചിരുകിയതും എല്ലാം അവിടെ തന്നെ ഇട്ടിട്ടങ്ങ് വന്ന് കിടന്നു. തേങ്ങ രാവിലെ ഞാൻ ഉപ്പുമാവിന് ഇടാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചതും അതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത റൂമിലോട്ട് പോവുകയാണെങ്കിൽ അതിനേക്കാളും കഷ്ടം. തൻകുട്ടിയാണെങ്കിൽ എന്തൊക്കെ കുറേ അവിടെ കളിപ്പാട്ടങ്ങളുണ്ട്. നമ്മളിങ്ങനെ പോകുമ്പം അതിനെ ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുപോകുന്നതാണ്. അതിനെ ഇങ്ങനെ എടുത്ത് അത് കളിക്കാൻ വേണ്ടെങ്കിലും വെറുതെ എടുത്ത് അവിടെ അങ്ങ് കുറേ കവറിൽ നിന്ന് എല്ലാം പറക്കി ഇട്ടിട്ട് അങ്ങനെ ഇട്ടിരിക്കും. അലമാരയ്ക്ക് എത്തുന്ന എന്തോ എലിയോ എന്തോ കണ്ടെന്ന് പറഞ്ഞിട്ട് ഷൂസിനെ എല്ലാം വാരി വെളിയിലിട്ടിട്ടുണ്ട്. അതൊരു സൈഡിൽ. രാവിലെ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച പാത്രം അത് നീ കൊണ്ട് എവിടെ വെച്ചിട്ട് വന്ന തനു? ഈ പാലിൻ്റെ പാത്രത്തിനെ കൊണ്ട് അവിടെ സൈക്കിളിലാണ് വെച്ചിട്ട് വന്നത്. അങ്ങനെയാണോ വെക്കേണ്ടത്? പാലിനെ സാധാരണ നമ്മൾ കൊണ്ട് ഈ അവിടെ ഗേറ്റിലാണ് കൊണ്ടുവന്ന് ഇടുന്നത്, കൊണ്ട് കൊരുത്തിടും. ഇവള് കൊണ്ട് സൈക്കിളിലാണ് ഇവിടെ വെച്ചിട്ട് പോയി. അയാൾ കണ്ടു കാണൂല, മിക്കവാറും അങ്ങ് വെച്ചിട്ട് പോയി. ഇനി ഇതെല്ലാം കൊണ്ടുവന്ന് വച്ചിട്ട് ഓരോ സൈഡിൽ നിന്ന് ഒതുക്കി തുടങ്ങാം. അല്ല, ഉച്ചയ്ക്ക് കഞ്ഞി വെച്ച കുക്കറാണ്. കഞ്ഞിയൊക്കെ എന്ത് പരുവത്തിലിരിക്കുന്നു എന്ന് പോലും അറിയില്ല. ദൈവമേ, ഇന്നലെ ഉച്ചയ്ക്ക് വെച്ചിട്ട് പോയ കഞ്ഞിയാണ്. അതിന് തുറന്നപ്പോൾ തന്നെ ഒരു സ്മെല്ല് വരുന്നു. എല്ലായിടവും ഞാൻ പോയി കറങ്ങിയൊക്കെ വന്നിട്ട് ഞാൻ വിചാരിച്ചു ആദ്യം നമ്മുടെ ഹാളൊക്കെ ഒന്ന് തൂത്തുവാരി പിന്നെ തുടച്ചിടാം. ആരെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ആരും അങ്ങനെ വരില്ല, എന്നാലും ജസ്റ്റ് ആരെങ്കിലും ഇതിൻ്റെ ഓണറോ ആരെങ്കിലും അഥവാ വന്നാലോ പിന്നെ അതുകൊണ്ട് അവിടെ അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ നന്നായിട്ട് അങ്ങ് തുടച്ചിട്ട് വെക്കും. എത്ര തൂത്തും തുടച്ച് കിട്ടുമാലും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെയും തനക്കുട്ടി എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ കൊണ്ടുവന്ന് ഇടും. മറ്റേത് സുഖം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അപ്പോഴപ്പോഴാണ് കൊണ്ടുവന്ന് തൂത്തൊക്കെ ഇടാം. അങ്ങനെ തൂത്തിട്ടിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. കഞ്ഞിയൊക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തൊരു സ്മെല്ലായിരുന്നോ എന്തോ. തലേ ദിവസം വെച്ചിട്ട് അങ്ങനെ പോയി കിടന്നതല്ലേ. അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി. വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ ആ ഒരു കിടപ്പങ്ങ് കിടക്കും. ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടല്ലോ എന്നുള്ള ഒരു വിചാരം ഉള്ളതുകൊണ്ട് ഇവിടെ പിന്നെ എത്ര അങ്ങനെ പിന്നെ കിടന്നാലും പറ്റില്ല. പിന്നെയും നമ്മൾ തന്നെ എണീറ്റിട്ട് ഇതിൻ്റെ ഇരട്ടിക്ക് പണി ചെയ്യേണ്ടി വരും. കുറച്ച് ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ ഈ പനി ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങ് പെട്ടെന്ന് ഉണങ്ങി പിടിക്കും. അപ്പം കുറച്ച് എന്നാൽ വെള്ളം അങ്ങ് ഒരുപാട് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വൊമിറ്റിംഗ് വരും പോലെ തോന്നും. അപ്പം കുറച്ച് 1-2 ഒരു ചുണ്ട് നനയ്ക്കാൻ വേണ്ടിയിട്ട് കുടിക്കും, പിന്നെയും ജോലി ചെയ്യും. പിന്നെ അങ്ങനെയാണ്. പണ്ടൊക്കെ ചേട്ടൻ്റെ അച്ഛൻ പറയും, താങ്ങാൻ ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ തളർച്ചയും കൂടും, തനിക്കെന്ന് പറയുമ്പോൾ കാള മുട്ടിട്ടഴിയുമെന്ന്. അതുപോലെയൊക്കെയുള്ളൊരവസ്ഥയാണ് ഇപ്പം. ഞാൻ മാത്രമേ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് കിടന്നാൽ പറ്റൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാക്സിമം ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്താണ് ചാടി എണീറ്റ് ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ ചെയ്തത്. അപ്പോൾ അവിടെയെല്ലാം പാത്രമെല്ലാം കഴുകി വന്നപ്പോഴത്തേക്കും അടുത്ത ഹാളൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്
ഹാള് തുടയ്ക്കാൻ ഇറങ്ങി. അങ്ങനെ ഹാളും ഏകദേശമൊക്കെ തുടച്ച് എത്തി. പിന്നെ വെളിയിലെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ നമ്മുടെ കുറച്ച് ഈ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ്. ഈ ചപ്പൽ കൊണ്ടിടുമ്പോഴത്തേക്കും അതിൻ്റെ മണ്ണ് പൊടി പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ, അതിനെയൊക്കെ ഏകദേശമൊക്കെ തൂത്ത് തുടച്ച് വാരി വെച്ചു. ഇടയ്ക്ക് ഈ ചപ്പലൊക്കെ ഇങ്ങനെ വാരി ഇട്ടിരിക്കുന്ന കാണുമ്പോൾ വിചാരിക്കും ഒരു ഷൂ റാക്ക് വാങ്ങിക്കാമെന്ന്. സെക്കൻഡറാബാദിൽ ഉണ്ടായിരുന്ന ഷൂ റാക്കിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ വിചാരിച്ച് ഇവിടെ നിന്ന് നമ്മൾ ചിലപ്പോൾ ഒരു 2 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്കും നാട്ടിലോട്ട് അങ്ങ് പോകും. അപ്പം ഉള്ള സാധനങ്ങൾ വാരി കെട്ടാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഇതും കൂടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണോ വേണ്ടയോ അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ട് അങ്ങനെ പുതുതായിട്ട് നമ്മൾ വരുമ്പം അങ്ങനെ അത്യാവശ്യം മാക്സിമം നമുക്ക് അത്രയും ആവശ്യമുള്ള സാധനം മാത്രമേ വാങ്ങുള്ളൂ. അങ്ങനെ വെറുതെ വാങ്ങിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിക്കും. രാത്രി കുറച്ച് കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും വയ്യ, കഞ്ഞി വെച്ചിട്ടും ആരും എന്താ വായിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഒന്നിനും ഒരു ഉപ്പില്ലാത്തത് പോലെയാണ്. വിശപ്പുണ്ട് പക്ഷെ ഉപ്പ് ഇല്ലാത്തതാണ്. വായിക്കുക എന്തോ ഇങ്ങനെ ആയിട്ട് കഴിക്കുന്ന അങ്ങനെ. പിന്നെ കുറച്ച് കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞിക്ക് ഇതായെടുത്ത് വെച്ചു. പിന്നെ ഇതാ കുറച്ച് അരി ഇട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ ഇതെല്ലാം കൂടെ ഇഡ്ഡലിക്ക് ഞാൻ ദോശയ്ക്കായാലും പ്രത്യേകമാണ് അരച്ച് നമ്മുടെ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് വേറെ ഒന്നിനും വയ്യ. എന്നാലും നാളെയെങ്കിലും എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വയ്ക്കുന്നു. രാത്രി ഇപ്പം സമയം തന്നെ 9 മണി കഴിഞ്ഞ് ഇനി അതിനെ അരച്ചെടുക്കണം. അങ്ങനെ പകുതി അരിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് ചേട്ടനുള്ള കഞ്ഞിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഏകദേശം 9:30 ആയില്ലേ. അങ്ങനെ കഞ്ഞിയൊക്കെ റെഡിയായി. പിന്നെ എന്താ, നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പലഹാരങ്ങൾ കൊണ്ട് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വരുന്നതെന്ന് പറഞ്ഞപ്പം ഇതുപോലെ അച്ഛനും ചേട്ടൻ്റെ അച്ഛനൊക്കെ അയച്ച് വാങ്ങിച്ചു കൊടുത്തതാണ്. അതിൽ നിന്നുള്ള മുട്ടായിയും അങ്ങനെയൊക്കെ എനിക്കും കൂടെ പങ്ക് വെച്ച് എടുക്കുന്നതാണ് തനിക്കുട്ടി. അപ്പം ഞാൻ ചെന്ന് ചോദിക്കൂലല്ലോ എൻ്റെത് എവിടെയെന്ന്. അതുകൊണ്ട് എനിക്ക് ആദ്യമേ കൊണ്ടുവന്ന് 2 തന്നിട്ട് ബാക്കിയെല്ലാം 2 പേരും പങ്ക് വെച്ചങ്ങ് എടുത്തു. പിന്നെ വെള്ളം പെട്ടെന്ന് നാളെ രാവിലത്തേക്കുള്ള വെള്ളവും കൂടെയൊക്കെ തിളപ്പിച്ച് വെച്ചു. അരി അരച്ചു. ഇനി അതിനെയൊക്കെ ഒന്ന് ഒതുക്കണം. പാത്രങ്ങളെന്ന് പറഞ്ഞാൽ എന്തെടുത്താലും അടുത്ത ഉടനെ പാത്രം കഴുകണം. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ചു. നമ്മൾ രാത്രി ഇതെല്ലാം ക്ലീനാക്കി വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് ആ കിച്ചൺ കാണുമ്പോൾ. അപ്പോൾ കുറേയൊക്കെ നമ്മളെ അടുക്കളയും ഹോളും ഒന്ന് വൃത്തിയാക്കി. ഇനി ഒരു റൂമും കൂടെ ഉണ്ട്. അവിടെ ഇന്ന് എന്തായാലും എനിക്കിനി പറ്റില്ല. ഒട്ടും വയ്യാതെയാണ് ഇത്രയെങ്കിലും ഒക്കെ ചെയ്തത്. മറ്റേത് ആരെങ്കിലുമൊക്കെ കയറി വന്നാൽ ഹാളെങ്കിലും കാണുമ്പോൾ ഒരു വൃത്തിയില്ലാതിരിക്കുമ്പോൾ നമുക്ക് എൻ്റെ മനസ്സിന് എന്തോ പോലെയാണ്. അതുകൊണ്ട് ഇത്രയും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.